ഹലോ ഗൈസ്, എല്ലാവർക്കും ഇന്ത്യ ട്രാവൽ വ്യൂസ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാം ഇന്ന് ഫോർട്ട് കൊച്ചി ബീച്ചിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് നമുക്ക് ഒരു വലിയ ഞണ്ട് ലഭിച്ചു. ആ ഞണ്ട് നമുക്ക് കൊണ്ടുവന്നിട്ട് അത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അതിനൊരു 800 രൂപയെങ്കിലും വില കാണുമെന്നാണ് പറഞ്ഞത്. നമുക്ക് ആ ഞണ്ടിനെ കൊണ്ടുവന്ന് നമുക്കൊന്ന് കറി വെച്ച് നോക്കിയാലോ. ജീവനുള്ള ഞണ്ടാണ്. അതൊരു 800 രൂപയെങ്കിലും അതിന് വില വരുമെന്നാണ് പറയുന്നത്. 1 കിലോയ്ക്ക് മേലെ തൂക്കം അതിനുണ്ട്. അതിൻ്റെ കൈയും കാലും എല്ലാം കെട്ടി വെച്ചിരിക്കുക. അത് കടപ്പുറത്തുനിന്ന് കിട്ടിയതാ. ഇത്രയും വലിയൊരു ഞണ്ടാണ്. ഈ ഞണ്ടിനെ നമുക്ക് കറി വെക്കാം. അതിൻ്റെ കാലുകളെല്ലാം നമുക്ക് ഒടിച്ച് അതിനെ നമുക്ക് ഒന്ന് പീസാക്കിയിട്ട് നമുക്കത് കറി വെക്കുന്ന ഘട്ടത്തിലേക്ക് കടക്കാം. ഞണ്ട് പൊളിച്ചെടുക്കുക എന്നത് ഇച്ചിരി ശ്രമകരമായ കാര്യമാണ്. ഇത്രയും വലിയ ഞണ്ടെല്ലാം വല്ല ജപ്പാനിലോ അമേരിക്കയിലോ ഒക്കെ കഴിക്കാനേ ഒക്കത്തുള്ളൂ. സാധാരണക്കാർക്കൊന്നും കഴിക്കാനൊക്കത്തില്ല. നല്ല കാശുകാർക്കൊക്കെ ഇത് കഴിക്കാൻ പറ്റത്തുള്ളൂ. അത് വെട്ടി ക്ലീനൊക്കെ ആക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. നമുക്കെന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. അതിന് നമുക്ക് പതിയെ ഒന്ന് പീസാക്കാൻ ശ്രമിക്കാം. അതിൻ്റെ കാലുകളെല്ലാം നമുക്ക് പതിയെ ഒന്ന് വെട്ടിമാറ്റാം. ഞണ്ടിൻ്റെ ഇറുക്കുകാലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഇറുക്കുകാല് കൊണ്ട് കടിച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ കാല് അടർത്തിയെടുക്കും. പിന്നെ അത് വിടത്തില്ല. പിന്നെ ആശുപത്രി കൊണ്ടുപോയാൽ അതിൻ്റെ കാല് വിടത്തുള്ളൂ. അതങ്ങനെ തന്നെ അത് ഇറുക്കിക്കളയും. എന്നിട്ട് അതിൻ്റെ കാല് ഒടിച്ചു കളയും. പിന്നെ നമ്മുടെ മരണപ്രാളമായി പോകും. ഇനി നമുക്ക് ഞണ്ടിൻ്റെ ക്ലീനിങ്ങിലേക്ക് കിടക്കാം. കളയാനുള്ള അതിൻ്റെ വേസ്റ്റെല്ലാം നമുക്ക് പതിയെ വെട്ടി മാറ്റിയിട്ട് വളരെ സാവധാനം ചെയ്യേണ്ട ജോലിയാണ്. തിരക്ക് പിടിച്ചൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അതിൻ്റെ കാലുകളെല്ലാം പുറകിലുള്ള ആ സാധനമെല്ലാം ഒരു കത്രിക കൊണ്ട് വെട്ടിമാറ്റുകയാണ്. കാലുകളും വെട്ടിമാറ്റുകയാണ്. എല്ലാ കാലുകളും പതിയെ സാവധാനം വെട്ടിമാറ്റിയിട്ട് നല്ല ബലവാ. പെട്ടെന്നൊന്നും അത് മുറിഞ്ഞു പോരത്തില്ല. നല്ല വലിയ ഞണ്ടായതുകൊണ്ട് അതിൻ്റെ ആ തോടിനെല്ലാം നല്ല കട്ടിയാ. ചെറിയ ഞണ്ടാണെങ്കിൽ കൈ കൊണ്ട് പിരിച്ചാലേ അങ്ങ് പോരും. ഇനി ഞണ്ടിനകത്ത് വെള്ളമുണ്ട്. ആ വെള്ളം പോയാൽ പിന്നെ ഞണ്ടിന് പിന്നെ ടേസ്റ്റ് കാണത്തില്ല. അതുകൊണ്ട് ഞണ്ടിൻ്റെ കാലൊന്നും ഒടിയാതെ വേണം നമ്മൾ കൊണ്ടുവരാനായിട്ട്. ശരിക്കും ഇത് തിളച്ച വെള്ളത്തിലോട്ട് ഇടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വെള്ളമൊന്നും പോകത്തില്ല. ഇപ്പോൾ അത് നമ്മൾ വെട്ടിയെടുത്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ധാരാളം വെള്ളം വന്നുകൊണ്ടിരിക്കുക. ആ വെള്ളമാണ് ഞണ്ടിൻ്റെ ടേസ്റ്റ്. ഇപ്പൊ തൽക്കാലം നമുക്ക് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു വെക്കാം. ഇപ്പോൾ ഞണ്ടിൻ്റെ കാലുകളെല്ലാം നമ്മൾ അടർത്തി കഴിഞ്ഞു. ഇനി അത് എങ്ങനെ പൊളിച്ചെടുക്കും എന്നുള്ളതാണ്. ഇപ്പൊ പണ്ടാരാണ്ടും പറഞ്ഞ പോലെ പട്ടിയുടെ കയ്യിൽ മുഴുവൻ തേങ്ങ കിട്ടിയവരായിപ്പോയി. ഇത് പൊളിച്ചെടുക്കുന്ന ഒരു ഇച്ചിരി ശ്രമകരമായ കാര്യമാണ്. തിളച്ച വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് വലിച്ചാൽ പെട്ടെന്നത് അടർന്നു പോരും. പച്ചയായതുകൊണ്ട് അത് എളുപ്പത്തിലൊന്നും അടർന്നു പോരത്തില്ല. അതുകൊണ്ട് നമുക്ക് നടുവെ അതിൻ്റെ തോടൊക്കെ ഒന്ന് രണ്ടായിട്ട് കീറിയിട്ട്
2 പീസാക്കി എടുത്തു. കാരണം ഇച്ചിരി ശ്രമകരമായതുകൊണ്ട് അത് വീഡിയോ പിടിച്ച് ടൈം കളയണ്ടെന്ന് കരുതി. കാരണം ഇച്ചിരി സമയം എടുക്കുന്ന കാര്യമായതുകൊണ്ട് ഇപ്പൊ 2 പീസാക്കി എടുത്തു. അതിന്റെ നടുവേ കത്തി കൊണ്ട് വെട്ടി 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 അത് 2 പീസാക്കി നമ്മൾ എടുത്തിരിക്കുക. ഇനി നമ്മളത് അടർത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള നല്ല സാധനങ്ങളെല്ലാം നമുക്ക് ആ കത്തി കൊണ്ട് തോണ്ടിയെടുക്കാം. അതെല്ലാം നല്ല ടേസ്റ്റുള്ള സാധനങ്ങളാണ്. ഞണ്ടിൻ്റെ മാംസം വളരെ ടേസ്റ്റാണ് കഴിക്കാനെല്ലാം. അതുകൊണ്ട് വലിയ വലിയ ഞണ്ട് അധികവും വിദേശത്തേക്കൊക്കെ കയറ്റി അയക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. മാർക്കറ്റിലെല്ലാം വരുമ്പോൾ കുഞ്ഞു കുഞ്ഞു പൊടി ഞണ്ടുകളൊക്കെ വരത്തുള്ളൂ. കാരണം ഇത്രയും പൈസക്കൊന്നും സാധാരണ ആരും വാങ്ങി കഴിക്കാത്തത് കൊണ്ട് അതെല്ലാം ചെമ്മീൻ കമ്പനിയിൽ, ഞണ്ട് കമ്പനിയിലെല്ലാം കൊടുത്തിട്ട് അത് വിദേശത്തേക്ക് കണ്ടെയ്നർ വഴി കയറ്റി അയക്കുകയാണ് സാധാരണ ചെയ്തു വരാറുള്ളത്. പിന്നെ വലിയ 5 സ്റ്റാർ ഹോട്ടലുകളിലെല്ലാം ഈ ഞണ്ടെല്ലാം എടുക്കും. കാരണം അവിടെ ഇതെല്ലാം ഫോറിനേഴ്സും പൈസ ഉള്ളവരൊക്കെ ചെന്ന് ഇതെല്ലാം കാശ് കൊടുത്ത് വാങ്ങി കഴിക്കും. അതുകൊണ്ട് വലിയ 5 സ്റ്റാർ ഹോട്ടലുകളിലെല്ലാം ഇത് ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ കളയാനുള്ള അതിൻ്റെ വേസ്റ്റായ സാധനങ്ങളെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പം അതിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പീസ് നമുക്ക് അതിൻ്റെ മാംസം അടർത്തിയെടുക്കാൻ നോക്കാം. വലിയ ഞണ്ടായതുകൊണ്ട് ഇച്ചിരി സ്ട്രോങ്ങാ, പെട്ടെന്നത് വിട്ടുപോരത്തില്ല. അതാണ് ഈ ഞണ്ടിന്റെ ഒരു കുഴപ്പം. ഇനി ഇതിനെക്കുറിച്ച് അറിയാവുന്നവരെല്ലാം പെട്ടെന്ന് അതെല്ലാം ചെയ്തൊക്കെ എടുക്കാറുണ്ട്. നമുക്ക് അത്ര പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ട് അത് പെട്ടെന്ന് അങ്ങനെ വിട്ട് പോരത്തില്ല. നമ്മൾ ഫോർട്ട് കൊച്ചി ബീച്ച് കാണാൻ വേണ്ടി പോയതാണ്. അപ്പോഴാണ് ഇത് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അതിനിടയ്ക്ക് ഒരു കാര്യം കൂടി ഓർപ്പിക്കുന്നു. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ കൂടെ 1-2 തവണ ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ തുടർന്നുള്ള എല്ലാ വീഡിയോകളും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇന്നലെ വാട്ടർ മെട്രോന്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് നിങ്ങൾ ദയവായി ഒന്ന് കണ്ടു നോക്കുക. ധാരാളം മനോഹരമായ വീഡിയോകളെല്ലാം ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പുറകോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി അതെല്ലാം സെർച്ച് ചെയ്തൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ, മനോഹരമായ എല്ലാ വീഡിയോകളും നിങ്ങൾക്കും വളരെ പ്രയോജനപ്പെടും. ഡ്രോണ് കേരളത്തിൽ എവിടെയെല്ലാം ഉപയോഗിക്കാം. ഡ്രോണ് ഉപയോഗിച്ച് പലരും പോലീസിന്റെ പിടിയിലെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഡ്രോണ് ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളെക്കുറിച്ചും എല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുമെല്ലാം നമ്മളൊന്ന് കണ്ട് മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മുടെ അറിവിലേക്ക് നല്ലതായിരിക്കും. ഇന്നേ വരെ ആരും തന്നെ യൂട്യൂബിൽ ഡ്രോണ് ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളെക്കുറിച്ചൊന്നും യൂട്യൂബിലൊന്നും ആരും ഇട്ടിട്ടില്ല. അതുകൊണ്ട് ആദ്യമായിട്ട് ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് എല്ലാ യൂട്യൂബേഴ്സും മറ്റുള്ളവരും എല്ലാം ഇതൊന്ന് കണ്ടിരുന്നാൽ നല്ലതായിരിക്കും. ഡ്രോൺ നമുക്ക് എല്ലായിടത്തും ഒന്നും പറത്താനുള്ള അനുവാദമില്ല. പെട്ടെന്ന് നമ്മൾ പോലീസിന്റെ പിടിയിലാകാനിടയായിത്തീരും. അതുകൊണ്ട് അതും ഒന്ന് ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതൊന്ന് ലൈക്ക് ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും ഒന്ന് രേഖപ്പെടുത്തിയാൽ നന്നായിരിക്കും. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് പറയാനുള്ളതെന്ന് ഒന്ന് കമൻ്റായിട്ടും നിങ്ങളൊന്ന് രേഖപ്പെടുത്തണം. അങ്ങനെ നമ്മുടെ ഞണ്ട് ഏകദേശം ഒരുവിധം നമ്മൾ മുറിച്ചെല്ലാം ഒപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പാചകം ചെയ്യുന്ന രീതിയിലേക്ക് കിടക്കാം. ഇത് എൻ്റെ രണ്ടാമത്തെ ചാനലാണ്. ആദ്യം ഒരു ചാനൽ ഉണ്ടായിരുന്നു. ആ
ചാനല് ഡെഡായി പോകാനിടയായി തീർന്നു. അതുകൊണ്ട് ആ ചാനൽ ഡിലീറ്റ് ചെയ്തിട്ട് അതിൽ ധാരാളം കുക്കിംഗ് വീഡിയോ എല്ലാം ചെയ്തിരുന്നു. ആ ചാനല് ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇത് പുതിയതായിട്ട് തുടങ്ങിയിരിക്കുകയാണ് ഈ ചാനല്. മറ്റത് 9,000-ഓളം സബ്സ്ക്രൈബേഴ്സും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് പ്രൊമോട്ട് ചെയ്താൽ നല്ലതായിരിക്കും. ഇപ്പം ആവശ്യത്തിന് 4-5 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു വെളുത്തുള്ളി അല്ലികളാക്കിയിട്ട് അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും ഇട്ട് കറക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് അല്പം സവാള കൂടി ചേർത്ത് കൊടുക്കാം. എന്നാലേ കുറച്ച് പേസ്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. 2-3 വറ്റൽ മുളകും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. ഞണ്ട് കറി വെക്കുന്നത് വളരെ സിമ്പിളായ കാര്യമാണ്. കറി വെക്കുന്നതിലല്ല, അത് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ നമുക്ക് ലഭിക്കണം. ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് 1-2 തവണ ഒന്ന് ഓൺ ചെയ്ത് അധികമായിട്ട് അടിക്കരുത്, വെള്ളം പോലെ ആയിപ്പോവും. അതൊന്ന് 1-2 തവണ ഒന്ന് ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ അത് പേസ്റ്റായി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് അടുപ്പ് കത്തിച്ച് നമുക്ക് കടായി ചീനച്ചട്ടി വെച്ചതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ പാചകം ചെയ്യുമ്പോഴാണ് നമുക്കിത് നല്ല ടേസ്റ്റായിട്ട് ലഭിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളിത് അധികം വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. മറ്റ് സസ്യ എണ്ണയിലൊന്നും അധികം ഉണ്ടാക്കാറില്ല. അപ്പോൾ വെളിച്ചെണ്ണയിലും കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. ആവശ്യത്തിന് എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ നല്ല പോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുത്ത് ഇളക്കാവുന്നതാണ്. നല്ലവണ്ണം സവാള ഒന്ന് ചൂടായി വന്നതിന് ശേഷം നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ കളറൊന്ന് മാറ്റിയെടുക്കുക. അധികം മൊരിഞ്ഞൊന്നും പോകരുത്. ഞണ്ടിൻ്റെ കൂടെ നല്ലൊരു വെന്ത സവാള വറുത്ത പോലെ ഇരിക്കണം. നമ്മൾ റോസ്റ്റായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് സവാള എല്ലാം നമുക്ക് ആവശ്യമുണ്ട്. സവാള ഒന്ന് ഏകദേശം ആയി കഴിയുമ്പോൾ അല്പം കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഞണ്ട് അടപ്പത്തിരുന്ന് തിളക്കുകയാണ്. അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം ഒന്ന് വേകാൻ വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ അത് ഒന്ന് നല്ലവണ്ണം തിളക്കട്ടെ. അത് നല്ല തിളച്ചത് വെള്ളം വറ്റുമ്പോൾ നല്ല വെന്തും കിട്ടും. അങ്ങനെ നമ്മൾ അരച്ചെടുത്ത മിക്സിയിലടിച്ച പേസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ലവണ്ണം ഒന്ന് ഇളക്കുക. അതിൻ്റെ മൂടിയിലെല്ലാം കുറച്ച് പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. അതുമൊക്കെ ഒന്ന് തൂത്ത് എടുത്തേക്കുക. അതിന് നല്ലവണ്ണം ഒന്ന് ഇളക്കി അതിൻ്റെ ആ പച്ച ചുവയൊന്ന് പോയി കിട്ടണം. അപ്പോഴേ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും നല്ല തനതായ ഒരു വറുത്ത സ്മെല്ല് വരത്തുള്ളൂ. ഇപ്പോൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ഏകദേശം പാകം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടിക്കൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്കായിട്ട്
ആദ്യമേ നമ്മൾ അല്പം മഞ്ഞപ്പൊടി ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് കുരുമുളക് പൊടിയാണ്, പെപ്പർ പൗഡർ, അത് ഒരു സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞണ്ട് കറി ആയതുകൊണ്ട്, ഇതൊക്കെ വല്ലപ്പോഴും കഴിക്കുന്ന ഒരു സാധനം ആയതുകൊണ്ട് അല്പം എരിവ് നമുക്ക് ആവശ്യമാണ്. എന്നാലേ അത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് കാണത്തുള്ളൂ. അതുകൊണ്ട് ഒരു സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത് പെരുംജീരക പൊടിയാണ്, ജീര പൗഡർ, ബഡാ ജീര പൗഡർ, പെരുംജീരകത്തിന്റെ പൊടിയാണ്. അതൊരു അര സ്പൂണ് ഇട്ട് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇത്രയും സാധനം ഇട്ട് കഴിയുമ്പോൾ ഈ സവാളയുടെ ടേസ്റ്റിൽ ആണ് ഞണ്ട് കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഉള്ള സാധനങ്ങൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നല്ലവണ്ണം കരിഞ്ഞു പോകരുത്. ഏകദേശം ഒരു പരുവമാകുമ്പോൾ, ഒരു റോസ്റ്റിനുള്ള പരുവമാകുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മുടെ ഞണ്ട് ചേർത്ത് കൊടുക്കാം. ഏകദേശം അതിൻ്റെ പരുവത്തിലായിട്ടുണ്ട്. കളറൊന്ന് ചെറുതായിട്ടൊന്ന് മാറി വന്നാൽ മതി. നമ്മൾ അധികമൊന്നും ചേർത്തിട്ടില്ല. മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, അല്പം ജീരകപ്പൊടി, ഇത്രയുമേ നമുക്ക് ആവശ്യമുള്ളൂ. സവാള നമുക്ക് ധാരാളം വേണം. ഒരു 2 വലിയ സവാള, ചെറുതാണെങ്കിൽ ഒരു 4 സവാള അരിഞ്ഞു ചേർക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഒന്നും മറച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി വേകാനുണ്ടെങ്കിൽ ഒന്ന് വെന്തോട്ടെ എന്ന് കരുതി. ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷം വേണം നമ്മൾക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാൻ. തീ അധികം വെച്ചിട്ടുണ്ടെങ്കിൽ അത് പതഞ്ഞു പൊന്തി വെള്ളമെല്ലാം വെളി ചാടിപ്പോവും. അതുകൊണ്ട് ഇച്ചിരി തീ കുറയ്ക്കുകയാണ്. അങ്ങനെ പതിയിരുന്നതങ്ങ് വേകട്ടെ. നമുക്ക് ആവശ്യത്തിന് ആ ഞണ്ടിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഉപ്പെല്ലാം ഇനി നല്ലവണ്ണം ഒന്ന് പിടിക്കാനിടയായിത്തീരും. ഏകദേശം വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഞണ്ട് നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ നമ്മൾ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ആ മസാലയുടെ കളറൊക്കെ അങ്ങ് ചേഞ്ച് ആയിട്ട് നല്ല ഭംഗിയായിട്ട് വരും. അതിന്റെ ആ റോസ്റ്റ് ഇപ്പൊ അല്പം വെള്ളമുണ്ട്. ഇപ്പൊ അതിന്റെ കളറൊക്കെ മാറി വരുന്നുണ്ടോ? ഞണ്ടങ്ങ് ഇട്ട് കഴിയുമ്പോൾ മസാലയുടെ മുളകിന്റെ കളറൊക്കെ അങ്ങ് മാറി വരുന്നുണ്ടോ? ആ ഞണ്ടിന്റെ വെള്ളത്തിന്റെ പ്രത്യേകതയാണ് ഈ മസാലക്ക് ഇത്ര ടേസ്റ്റ് ഉണ്ടാക്കുന്നത്. സവാളയും ഞണ്ടിന്റെ ആ വെള്ളവുമാണ് മസാലക്ക് ടേസ്റ്റ് ഉണ്ടാക്കുന്നത്. ആ മസാലയൊക്കെ എല്ലായിടത്തും ഒന്ന് പിടിക്കുന്ന രീതിയിൽ ഒന്ന് കോരി എല്ലായിടത്തും ഒന്ന് ഇട്ട് കൊടുത്ത് അല്പം കൂടെ ഒന്ന് വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഭക്ഷിക്കാൻ പരുവത്തിന് ഏകദേശം ഇപ്പൊ തന്നെ ആയിട്ടുണ്ട്. ചാറ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇറക്കാം. പിന്നെ നല്ല ബ്രെഡോട് കൂടെ കഴിക്കാനാണ്. നല്ല റോസ്റ്റ് പരുവത്തിലാണെങ്കിൽ അല്പം കൂടെ വെള്ളം പറ്റിയാൽ കഴിക്കാൻ അല്പം കൂടി ടേസ്റ്റ് ആയിരിക്കും. ഇപ്പൊ തന്നെ വെള്ളമെല്ലാം പറ്റും. ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിപ്പോ തന്നെ ഇറക്കാം. മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ വെച്ചിരിക്കുന്നത്. മസാലയൊക്കെ ഇതിലൊന്ന് പിടിച്ചു കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടൊന്ന് കോരി കോരി മസാല ഒന്ന് എല്ലായിടത്തും ഒന്ന് ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. ഇപ്പൊ ആവശ്യത്തിന് പരുവമെല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇപ്പോ ഇറക്കാവുന്നതാണ്. ഇപ്പൊ കണ്ടോ, നല്ല തിളച്ചിട്ടുണ്ട്. നല്ല തിളച്ച് നല്ല വെന്ത് കുറുകി അതിന്റെ പരുവത്തിലായിട്ടുണ്ട്.
ഇപ്പൊ നല്ല സൂപ്പർ മണം വരുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞണ്ടുകറിയുടെ ആ സ്മെല്ല് വളരെ ദൂരം വരെ അങ്ങ് പോവും. ഇവിടെ ഞണ്ട് വെക്കുന്നുണ്ടെന്ന് അടുത്ത വീട്ടുകാരെ എല്ലാം അറിയിക്കും. അതാണ് ഞണ്ടുകറിയുടെ ആ സ്മെല്ല്. മുറി മുഴുവനും ഞണ്ടുകറിയുടെ സ്മെല്ലായിട്ടുണ്ട്. ഇപ്പോ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി നമുക്ക് കഴിച്ചു നോക്കാം. ഇപ്പൊ ഞണ്ട് കഴിക്കാനായിട്ട് ഞങ്ങള് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഞാനും ഉണ്ട്, എൻ്റെ കൂടെ ഒരു വടക്കേന്ത്യക്കാരൻ, ജാർഖണ്ഡുകാരൻ, ഒരു മോഹൻ കൂടെ ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരുമാണ് കഴിക്കുന്നത്. മോഹന് ക്യാമറയുടെ മുമ്പിൽ വരാനായിട്ട് അവന് നാണമാണ്. അതുകൊണ്ട് ഞാൻ തന്നെ കല, സംവിധാനം, സ്ക്രീൻ പ്ലേ, ഡയലോഗ് എല്ലാം ഞാൻ തന്നെ ചെയ്യണം. ഇപ്പൊ അവൻ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അവന് വീഡിയോയുടെ മുമ്പിലൊന്നും വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് കഴിക്കാനുള്ള രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. പകുതി എനിക്കും പകുതി അവനുമാ. ഒരു കാലും ഒരു കഷ്ണം ഞണ്ടും 400 രൂപ. എങ്ങനെയുണ്ട്? ഹോട്ടലിലാണെങ്കിൽ അവർ 1500 രൂപ മേടിച്ചെടുക്കും. 1500 രൂപ കിട്ടുമെന്ന് അറിയത്തില്ല. 5 സ്റ്റാർ ഹോട്ടലിലൊന്നും നമ്മൾ പോയി അങ്ങനെ കഴിക്കാത്തതുകൊണ്ട് അതിന്റെ റേറ്റ് ഒന്നും അറിയത്തില്ല. ഇപ്പോൾ നമ്മളായതുകൊണ്ട് ഇപ്പൊ ഫ്രഷ് റേറ്റ് പറയുക. കാരണം അതിന്റെ വില 800 രൂപയൊക്കെ ആകുന്ന പറയുന്നത്. അപ്പൊ അത് കറിയെല്ലാം വെച്ച് കഴിയുമ്പോൾ പിന്നെയും പൈസ ആവും. എന്തായാലും നമുക്കൊരു 500 വെച്ച് നോക്കാം. ഒരു കഷ്ണം ഞണ്ടും ഒരു കാലും 500 രൂപ ആയിട്ടുണ്ട് ഇപ്പോ. അപ്പൊ 500 1000 രൂപയുടെ കറിയാണ് ഇപ്പൊ നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഒന്ന് കഴിച്ചു നോക്കാം ബ്രെഡിന്റെ കൂടെ. ആഹാ, നല്ല സൂപ്പറായിട്ടുണ്ട്. ആവശ്യത്തിന് എരിവുണ്ട്. എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും ഇതുപോലെ ഞണ്ട് കിട്ടുകയാണെങ്കിൽ വാങ്ങി നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയും ചെയ്യുക. ഞങ്ങളുടെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.